السلام عليكم ورحمة الله وبركاته. إن الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. ഏറെ പ്രിയം നിറഞ്ഞ ടീൻ സ്പേസിലെ പ്രതിനിധികളെ, ഈ ഒരു സംഗമം അവസാനത്തിലേക്ക് അടുക്കുമ്പോൾ നിങ്ങളുടെ മുന്നിൽ ചെറിയൊരു വിഷയം സംസാരിക്കാനാണ് ഇൻഷാ അല്ലാഹ് എന്നിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ജീവിതം ഒരുപാട് ഒന്നും നമുക്ക് പ്രതീക്ഷയില്ലല്ലോ അല്ലെ? ഏത് സമയവും ഏത് സ്ഥലത്ത് വെച്ചും ഒരു പക്ഷേ അവസാനിക്കാവുന്നതാണ് നമ്മുടെ ജീവിതം. ആ ജീവിതത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു മുൽക്കിലൂടെ പഠിപ്പിച്ചതുപോലെ അല്ലാഹു മരണത്തെയും ജീവിതത്തെയും പടച്ചത് നിങ്ങളിൽ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ആര് എന്ന് പരീക്ഷിക്കാനാണെന്ന്. അപ്പൊ നമ്മളുടെ 20, 30, 40 അതല്ലെങ്കിൽ ഇന്ന് ഈ യാത്രയിൽ അവസാനിക്കാനുള്ളതോ ആയ ജീവിതം, ആ ജീവിതത്തിൽ മരണാനന്തരമുള്ള ലോകത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സംഗമത്തിൽ രാവിലെ മുതൽ വന്നിരുന്നപ്പോ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു വസ്തുതയുണ്ട്. ദീനിയായ വൈജ്ഞാനികമായ കാര്യങ്ങൾ പഠിക്കുവാനും നന്മയിൽ നിലനിൽക്കാനും ഒരു മനുഷ്യനെ സഹായിക്കുന്ന ഏറ്റവും വലിയ ഘടകം നല്ല സൗഹൃദങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുന്നുണ്ട്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു സുഗന്ധം വിൽക്കുന്ന ഒരാളുടെ സമീപത്ത് ചെന്നിരിക്കുന്നതിന് തുല്യമാണ് നല്ലൊരു കൂട്ടുകാരൻ ലഭിക്കുന്നതെന്നാണ്. അല്ല, എന്താണ് സുഗന്ധം വിൽക്കുന്ന കട നടത്തുന്ന വ്യക്തിയുടെ പ്രത്യേകത? അവന്റെ കടയിൽ നിന്ന് നമുക്കൊരു പക്ഷേ സുഗന്ധം പണം കൊടുത്തു വാങ്ങാം, അതല്ലെങ്കിൽ നല്ല മണമെങ്കിലും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. ആ രൂപത്തിലായിരിക്കും നല്ല സൗഹൃദങ്ങൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുമ്പോ ആ സൗഹൃദങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കാനാണ് ഈ ഒരു കൂട്ടായ്മ, അതായത് വിസ്ഡം സ്റ്റുഡൻസ് എന്ന നമ്മുടെ ഈ ഒരു പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം വിസ്ഡം സ്റ്റുഡൻസിന് കീഴിൽ ഒരുപാട് പദ്ധതികൾ കേരളത്തിൽ വ്യത്യസ്ത പ്രായക്കാർക്കിടയിൽ നാം നടത്തി വരുന്നുണ്ട്. ബാലവേദി പ്രായം മുതലുള്ള, അതായത് ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ മുതൽ PhD തലത്തിൽ വരെയുള്ള വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളുന്ന വിശാലമായൊരു സമൂഹമാണ് യഥാർത്ഥത്തിൽ വിസ്ഡം സ്റ്റുഡൻസ് എന്ന കൂട്ടായ്മ നാം ഉദ്ദേശിക്കുന്ന ആ കൂട്ടായ്മയിൽ ഉൾക്കൊള്ളുന്ന വിഭാഗം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രോഗ്രാമുകൾ നമുക്ക് മുന്നിലുണ്ട്. നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ നിങ്ങൾക്ക് ഉപകരിക്കുന്ന 3 കാര്യങ്ങൾ മാത്രം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു സമയത്ത് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെയൊക്കെ കയ്യിൽ ലഭിച്ച നോട്ട് പാഡ് ഉണ്ടല്ലോ, ആ നോട്ട് പാഡിന്റെ പുറത്ത് ചട്ടയിൽ 3 QR കോഡുകളുണ്ട്. ഒന്നാമത് അതിലുള്ളത് പീസ് റേഡിയോയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ദീന് പഠിക്കുക, അറിവ് പഠിക്കുക എന്നുള്ളത് ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യമാണ്. ആ ദീന് പഠിക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരു വലിയ ഘടകമാണ് പീസ് റേഡിയോ എന്ന പേരിൽ കേരളത്തിൽ മലയാള ഭാഷയിൽ 24 മണിക്കൂറും എല്ലാ ദിവസവും സംപ്രേഷണം ചെയ്യപ്പെടുന്ന പീസ് റേഡിയോ എന്ന് പറയുന്ന നമ്മളുടെ പ്ലേ സ്റ്റോറിലും അത് നമുക്ക് ലഭിക്കും, അല്ലെങ്കിൽ നമ്മുടെ QR കോഡ് ഉപയോഗിച്ച് നമുക്കത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ അതിന്റെ ഒരു കേൾവിക്കാരായി മാറാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. രണ്ടാമത് അതേ ചട്ടയിൽ കൊടുത്ത രണ്ടാമത്തെ QR കോഡ് ജമീൽ. ജമീൽ എന്ന പദത്തിന് അറബി ഭാഷയിലുള്ള അർത്ഥം സഹപാഠി എന്നാണ്, കൂടെയുള്ളവൻ എന്ന്. ഏത് സമയത്തും നമ്മുടെ കൂടെ ഉണ്ടാകാവുന്ന ഒരു കാര്യം, അതായത് നമ്മെ സഹായിക്കുന്ന ദീനീ രംഗത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ നമ്മെ സഹായിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ. അതിൽ വിജ്ഞാനങ്ങളുള്ള ക്ലാസ്സുകളുണ്ട്, അതുപോലെ വ്യത്യസ്തങ്ങളായ ലേഖനങ്ങളുണ്ട്, അതുപോലെ നമ്മുടെ ജീവിതത്തിന് കൃത്യമായൊരു ക്രമം നിർമ്മിക്കാൻ സഹായിക്കുന്ന
ഡെയിലി ട്രാക്കർ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ഇതൊക്കെ നാം ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കണമെന്നാണ് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താനുള്ളത്. മൂന്നാമത്, നന്മയിൽ ഒരുമിച്ച് നിൽക്കണമെങ്കിൽ, എന്നും നന്മയിലൂടെ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ദീന് പഠിക്കുക, മതം പഠിക്കുക എന്നത് ജീവിതത്തിന്റെ ഒരു അജണ്ടയായി മാറണം. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി, ഞാൻ പേനയുമേന്തി യാത്ര തിരിക്കുക, മതവിജ്ഞാനം തേടി എന്റെ ജീവിത യാത്ര ഞാൻ മുന്നോട്ട് കൊണ്ടുപോവുക ഖബർ വരെയാണ്. അതായത് മരണം വരെ ദീന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമെന്ന് പറയുന്ന മഹാനായ ഇമാമു സുന്ന അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രം നമുക്ക് മുന്നിലുണ്ട്. ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുകയുണ്ടായി, തൊട്ടില് മുതൽ കട്ടില് വരെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദീന് പഠിക്കൽ അനിവാര്യമാണെന്ന്. ചരിത്രത്തിൽ പ്രായാധിക്യമെത്തിയിട്ടും ദീനീ രംഗത്ത് ഉയർന്നു നിന്ന ഒരുപാട് വ്യക്തിത്വങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ പലപ്പോഴും 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും ഒക്കെ എത്തുമ്പോ നമ്മുടെ മദ്രസ പഠനത്തിൽ നമ്മൾ സ്റ്റോപ്പ് ഇടുകയാണ് അല്ലെ. സ്കൂളിലെ തിരക്ക് പറയും, സ്കൂളത്തെ വിഷയങ്ങൾ ഒരുപാട് പഠിക്കാനുണ്ട്, ട്യൂഷൻ ഉണ്ട്, ഇതൊക്കെ പറഞ്ഞ് മതപഠനത്തിന് പലപ്പോഴും നമ്മൾ സ്റ്റോപ്പ് ഇടുന്നുണ്ട് എങ്കിൽ അതിനെ തുടർത്താനുള്ള ഒരു സംവിധാനമാണ് യഥാർത്ഥത്തിൽ CRE എന്ന പേരിൽ സഹസ്രാബ്ദങ്ങളായി കേരളത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം. നമ്മുടെ ജില്ലയിൽ വിസ്ഡം സ്റ്റുഡൻസിന്റെ കീഴിൽ 7ഓളം മണ്ഡലങ്ങളിൽ 9ഓളം സെന്ററുകളിൽ CREകൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ തൊട്ടടുത്തുള്ള സെന്റർ ഏതാണെന്ന് കണ്ടെത്തി അവിടെ ഒരു പഠിതാവായി തീരാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. മരണം വരെ ദീന് പഠിക്കണം അല്ലെ. ഏത് സമയ ഈ ലോകത്ത് നിന്ന് വിട പറയാന്നറിയില്ലല്ലോ. ഇന്നിവിടെ ഉദ്ഘാടന സെക്ഷന്റെ നന്ദി പ്രഭാഷണത്തിൽ സുഹൃത്ത് സൂചിപ്പിച്ച ഒരു വ്യക്തിയുണ്ട്. കാസർഗോഡ് ജില്ലയിൽ നടന്ന ടീം സ്പേസിൽ സജീവമായി ഇടപെട്ടിരുന്ന ഒരു വിദ്യാർത്ഥി. ഇന്നലെ ആ ജില്ലയിൽ നടന്ന ആദർശ സമ്മേളനത്തിൽ സമ്മേളനവും കഴിഞ്ഞ് ഇന്ന് നടക്കാനിരിക്കുന്ന CRE കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചുപോയൊരു കുട്ടിയാണ്. പിന്നീട് ആ കുട്ടിയെ കുറിച്ച് കേൾക്കുന്നത് ഒരു ആക്സിഡന്റിൽ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞുവെന്നാണ്. സുഹൃത്തുക്കളെ, ഒരു പക്ഷേ ഇന്ന് ഈ കൂർക്കഞ്ചേരിയിലെ താണ്ടിയാക്കൽ എന്ന ഈ ഒരു കൺവെൻഷൻ സെന്ററിൽ നിന്ന് നമ്മുടെ വീടും ലക്ഷ്യം വെച്ച് വാഹനത്തിൽ കയറി നാം യാത്ര തിരിക്കുമ്പോൾ വീട്ടിലെത്തുമോ? നമ്മൾ വീട്ടിലേക്ക് സുരക്ഷിതനായി എത്തുമെന്ന് ഉറപ്പുള്ള എത്ര പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്? ഒരു പക്ഷേ ജീവിതത്തിന്റെ അവസാന യാത്രയായി ഈ ദിവസത്തിലെ യാത്ര മാറാമെങ്കിൽ അതിനു മുമ്പേ ചില നല്ല തീരുമാനങ്ങൾ നമുക്ക് എടുക്കാൻ സാധിക്കണം. ഇവിടെ നിന്ന് യാത്ര പറയുമ്പോൾ നമ്മുടെ മണ്ഡലത്തിലെ CREയിൽ ഒരു സ്ഥിരം പഠിതാവായിരിക്കും ഞാൻ എന്ന ദൃഢനിശ്ചയത്തോടു കൂടിയായിരിക്കണം നമ്മളെല്ലാവരും മടങ്ങേണ്ടത്. വിസ്ഡം സ്റ്റുഡൻസ് നടത്തുന്ന മറ്റു പദ്ധതികളിലും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെ ദീനിൽ ഒരുമിച്ച് നിൽക്കാനും മുത്തഖിയായി കൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ അസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.